Hello friends, it's me Devika. Zeroth law of thermodynamicsനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So if you find this video to be informative and helpful to you, then please subscribe it so that whenever I upload my new videos you will get notification. So let us start. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേംസ് ആണ് അഡിയാബാറ്റിക് വോൾ, ഡയതേർമിക് വോൾ ആൻഡ് തെർമൽ ഇക്വിലിബ്രിയം. സോ ലെറ്റ് us have a look into it. ഡയതേർമിക് വോൾ ഈസ് എ കണ്ടക്ടിങ് വോൾ. ഡയതേർമിക് വോൾ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടിങ് വോൾ ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് കണ്ടക്ട് സംതിങ്. ഇവിടെ ഡയതേർമിക് വോളിൻ്റെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡബിൾ ബാർ ലൈൻ എന്ന് പറയുന്നത് ഡയതേർമിക് വോളിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓൺ either സൈഡ് ഓഫ് ദിസ് വോൾ വൺ സൈഡ് ഈസ് ഹോട്ട് ആൻഡ് ദ അനദർ സൈഡ് ഈസ് കോൾഡ്. നമുക്കറിയാം ഹീറ്റ് എന്ന് പറയുന്നത് ഹയർ റീജിയനിൽ നിന്ന് ലോവർ റീജിയനിലേക്ക് ട്രാൻസ്ഫർ നടക്കും. ഇവിടെ ഈ ഡയതേർമിക് വോൾ ഒരു കണ്ടക്റ്റീവ് വോൾ ആയതുകൊണ്ട് തന്നെ ഹീറ്റിനെ ഹയർ റീജിയനിൽ നിന്നും ലോവർ റീജിയനിലേക്ക് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡയതേർമിക് വോൾ ഈസ് എ കണ്ടക്റ്റീവ് വോൾ. സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് അഡിയാബാറ്റിക് വോൾ. അഡിയാബാറ്റിക് വോൾ എന്ന് പറയുന്നത് ഒരു നോൺ കണ്ടക്റ്റിംഗ് വോൾ ആണ്. ഇവിടെ അഡിയാബാറ്റിക് വോളിൻ്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡബിൾ ബാർ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അഡിയാബാറ്റിക് വോളിനെയാണ്. അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഹോട്ട് ആണ്, അനദർ സൈഡ് എന്ന് പറയുന്നത് കോൾഡ് ആണ്. ഇവിടെ ഇപ്പോൾ ഡയതേർമിക് വോൾ അതായത് ഒരു കണ്ടക്ടിങ് വോൾ ആയിരുന്നെങ്കിൽ എന്ത് നടന്നേനെ? ഹീറ്റ് ഈ സൈഡിൽ നിന്നും അനദർ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേനെ. ബട്ട് ഇവിടെ എന്താണ്? അഡിയാബാറ്റിക് വോൾ ആണ്. അഡിയാബാറ്റിക് വോൾ എന്ന് പറഞ്ഞൊരു നോൺ കണ്ടക്ടിങ് വോൾ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റില്ല? ഹീറ്റിനെ നമുക്കിവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഹീറ്റ് ട്രാൻസ്ഫറിങ് നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ഡയതേർമിക് വോൾ എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റീവ് വോൾ ആണ്. അഡിയാബാറ്റിക് വോൾ എന്ന് പറയുന്നത് ഒരു നോൺ കണ്ടക്റ്റിംഗ് വോൾ ആണ്. സോ ലെറ്റ് us move to the another one, that is thermal equilibrium. If there is no temperature difference between the system and surrounding, then the system is called to be in thermal equilibrium. ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ സറൗണ്ടിങ്സുമായിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ സിസ്റ്റത്തിനെ നമുക്ക് തേർമൽ ഇക്വിലിബ്രിയത്തിലാണ് ഉള്ളത് എന്ന് പറയാം. അപ്പോൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തെ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെങ്കിൽ ആ സിസ്റ്റം അതിൻ്റെ സറൗണ്ടിങ്സുമായിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നും തന്നെ പാടില്ല. നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 10 കെൽവിൻ ആണ്. ഇതിൻ്റെ സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 5 കെൽവിൻ ആണ്. സറൗണ്ടിങ്സ് ഇൻക്ലൂഡ് ദ യൂണിവേഴ്സ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു സറൗണ്ടിങ്സ് ഒരു പർട്ടിക്കുലർ പോർഷൻ അസ്യൂം ചെയ്യാം. ആ പോർഷനിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 5 കെൽവിൻ ടെമ്പറേച്ചർ ആണെന്ന് ഇരിക്കട്ടെ. അപ്പം ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണല്ലോ. ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹയർ റീജിയൻ ടു ലോവർ റീജിയൻ, ദാറ്റ് വി നോ. സോ ദാറ്റ് ഇവിടെ എന്ത് പറ്റും? ഇവിടുത്തെ ഹൈ ഹീറ്റ് ഉള്ള റീജിയനിൽ നിന്നും ലോ ഹീറ്റ് റീജിയനിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് മീൻസ് ഫ്രം ഹിയർ ടു ഹിയർ. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് പോകും. ആഫ്റ്റർ സം ടൈം, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്ത് പറ്റും? രണ്ടിടത്തെയും അതായത് സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്സിൻ്റെയും ടെമ്പറേച്ചർ ഈക്വലൈസ് ചെയ്യും. അപ്പം നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ടൈമിൽ നമുക്ക് പറയാം ഈ സിസ്റ്റവും സറൗണ്ടിങ്സും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. കാരണം എന്താ? രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആയിരിക്കും. ആ ടൈമിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ നടന്ന് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യും. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ സിസ്റ്റം എന്ന് പറയുന്നത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അപ്പം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെങ്കിൽ സിസ്റ്റത്തിന് സറൗണ്ടിങ്സുമായിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നും പാടില്ല. ഇപ്പം സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്സിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ അവിടെ നമുക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? 0 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അതായത് അവിടെ നോ ടെമ്പറേച്ചർ ഡിഫറൻസ്. ആ ഒരു സിറ്റുവേഷനിൽ
ആ സിസ്റ്റത്തെ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് ഇൻ തേർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പം തേർമൽ ഇക്വിലിബ്രിയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So let us move to our main topic, that is the zeroth law of thermodynamics. It states that if two systems are in thermal equilibrium with third system, then they are in thermal equilibrium with each other. രണ്ട് സിസ്റ്റം തമ്മിൽ മൂന്നാമത്തെ സിസ്റ്റമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ മൂന്ന് സിസ്റ്റവും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇവിടെ ഈ സൈഡിൽ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്ന മൂന്ന് സിസ്റ്റം തന്നിട്ടുണ്ട്. ഈ മൂന്ന് സിസ്റ്റത്തിനകത്ത് അത് ഫസ്റ്റ് കൺസിഡർ ചെയ്യാം സിസ്റ്റം ബി ആൻഡ് സിസ്റ്റം എ. സിസ്റ്റം ബി എ രണ്ടിനും ഫസ്റ്റ് ടൈം രണ്ട് ടെമ്പറേച്ചർ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് അവർ ട്രാൻസ്ഫറിങ് ഒക്കെ നടത്തിയിട്ട് എന്ത് പറ്റും? രണ്ടും ഈക്വലൈസ് ചെയ്ത് തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കാണും. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടെമ്പറേച്ചർ ഓഫ് ടി എ ഈക്വൽ ടു ടി ബി എന്ന് പറയാം. Then we can consider the system, that is system A and system B. സിസ്റ്റം എയും സിസ്റ്റം ബിയും കൺസിഡർ ചെയ്യുമ്പം ഫസ്റ്റ് ബിഗിനിങ്ങിൽ എന്തായിരിക്കും? രണ്ടിനും ചിലപ്പം ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. പിന്നെ അവർ ഈക്വലൈസ് ഒക്കെ ചെയ്ത് തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തി. അങ്ങനെ തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിയുമ്പം എന്ത് പറ്റും? രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആകും. അപ്പോൾ നമുക്ക് എഴുതാം, എന്തെഴുതാം? ടി എ ഈക്വൽ ടു ടി സി എന്നെഴുതാം. ഫസ്റ്റ് വണ്ണിന് ഇക്വേഷൻ നമ്പർ 1, സെക്കൻഡ് വണ്ണിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പം ഫ്രം 1 and 2 വി ക്യാൻ സേ ദാറ്റ് ടി ബി ഈക്വൽ ടു ടി സി. അതായത് ടി ബിയുടെയും ടി സിയുടെയും ടെമ്പറേച്ചർ ഈക്വൽ ആണ്. അപ്പോൾ പറയുന്നതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. രണ്ട് സിസ്റ്റം, ആ രണ്ട് സിസ്റ്റവും മൂന്നാമതൊരു സിസ്റ്റമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പം നമ്മളിപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിസ്റ്റം ബി, സിസ്റ്റം സി, ഇത് രണ്ടും എന്തായിരുന്നു? ഫസ്റ്റിലെ എയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലായിരുന്നു. അതായത് ടി എ ഈക്വൽ ടു ടി ബി, ദെൻ ഇറ്റ് ഈസ് ടി സി ഈക്വൽ ടു ടി എ, ആൻഡ് ഫൈനലി ദീസ് ത്രീ ആർ ഇൻ ഇക്വിലിബ്രിയം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പറയുന്നത് രണ്ട് സിസ്റ്റം അത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് മൂന്നാമത്തെ ഒരു സിസ്റ്റമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഫൈനലി നമുക്ക് പറയാൻ പറ്റും എന്താണ്? മൂന്ന് സിസ്റ്റവും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. നമുക്ക് ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇവിടെ ഈ യെല്ലോ കളർ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് അഡയാബാറ്റിക് വോളാണ്. വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് അഡയാബാറ്റിക് വോൾ ഈസ് എ നോൺ കണ്ടക്ടിങ് വോൾ. നമ്മളത് പഠിച്ചു. ഈ റെഡ് ഡോട്ടഡ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയാതെർമിക് വോളിനെയാണ്. നമ്മൾ എന്താണ് പഠിച്ചത്? ഡയാതെർമിക് വോൾ എന്താണെന്നാണ് പഠിച്ചത്? ഡയാതെർമിക് വോൾ എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റീവ് വോളാണെന്നാണ് പഠിച്ചത്. ഫസ്റ്റ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. എ എന്ന് പറയുന്ന സിസ്റ്റം, എ ബി സി മൂന്ന് സിസ്റ്റമാണ് ഉള്ളത്. ഫസ്റ്റ് സിസ്റ്റമാണ് എ. എ എന്ന് പറയുന്ന സിസ്റ്റത്തിന് ഒരു 50 കെൽവിൻ ടെമ്പറേച്ചറാണ് ഉള്ളത്. സി എന്ന് പറയുന്ന സിസ്റ്റത്തിന് ഒരു 90 കെൽവിൻ ടെമ്പറേച്ചറാണ് ഉള്ളത്. ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തെ മാത്രമാണ്. അതായത് സിസ്റ്റം എ ആൻഡ് സിസ്റ്റം സി മാത്രം. സിസ്റ്റം ബി എ നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ഈ റെഡ് ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഡയാതെർമിക് വോളാണ്. വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ കണ്ടക്ടിങ് വോൾ. കണ്ടക്ടിങ് വോൾ ആയതുകൊണ്ട് തന്നെ എന്ത് പറ്റും? ഹയർ റീജിയനിൽ ലോവർ റീജിയനിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഹീറ്റ് ട്രാൻസ്ഫറിങ് നടന്ന് കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ടി എ ഈക്വൽ ടു ടി സി എന്നാവും. അതായത് ദ സിസ്റ്റം എ ആൻഡ് ദ സിസ്റ്റം സി വിൽ ബി ഇൻ thermal equilibrium. Then we can consider that the system B and C. The temperature of the system B, we can assume it to be 60 Kelvin. First, at the beginning, the temperature of B and the temperature of C will be different, and after some time they will be in thermal equilibrium. Then we can say that the temperature of TB equal to temperature of TC. From these two equations we can say that TA equal to TB. Then we can say that
ടി എ ഈക്വൽ ടു ടി ബി ഈക്വൽ ടു ടി സി. അതായത് ആദ്യമേ എയും സിയും സിസ്റ്റം മാത്രം കൺസിഡർ ചെയ്തു. രണ്ടിനും രണ്ട് ടെമ്പറേച്ചർ ആയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തെർമൽ ഇക്വിലിബ്രിയത്തിലെത്തി. രണ്ടുപേരുടെയും ടെമ്പറേച്ചർ ഈക്വലായി. അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. ആ ഒരു കേസിലേക്ക് വന്നപ്പോൾ അവർക്ക് എന്തായി? അവർ തെർമൽ ഇക്വിലിബ്രിയത്തിലെത്തി. രണ്ടാമത്തെ കേസ് വന്നപ്പോഴത്തേക്കും നമ്മൾ കൺസിഡർ ചെയ്തത് ബിയും സിയും ആണ്. ആ സിസ്റ്റം ഇതുപോലെ തന്നെ ഫസ്റ്റ് ബിഗിനിങ്ങിൽ എന്തായിരുന്നു? ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ആയിരുന്നു. ട്രാൻസ്ഫറിങ് ഒക്കെ നടന്ന് ലാസ്റ്റ് തെർമൽ ഇക്വിലിബ്രിയത്തിലെത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞ് നമുക്ക് ഇക്വേഷൻ എല്ലാം നമ്മൾ സോൾവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് കിട്ടി എന്താണെന്ന്? ടി എയുടെയും ടി സിയുടെയും ടി ബിയുടെയും ടെമ്പറേച്ചർ സെയിം ആണെന്ന് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് അറിയണം ഇത് സെയിം ആണോ എന്ന്. അതറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഈ ഒരു ഈ ഒരു അഡിയാബാറ്റിക് വോളിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. എന്ത് വെച്ചിട്ട്? ഡയാതെർമിക് വോൾ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഡയാതെർമിക് വോൾ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഫ്ലോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു ഹീറ്റ് ഫ്ലോ നടക്കത്തില്ല. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫൈനൽ എത്തുമ്പോഴത്തേക്കും ടി എ ടി ബി ടി സി എന്ന് മൂന്ന് സിസ്റ്റത്തിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആയിട്ട് വരും. ഇപ്പം സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സിസ്റ്റം, അതായത് എ ബി, these two system are in thermal equilibrium with a third system. That third system we can assume it's C. And finally these three systems will be in thermal equilibrium with each other. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So I am moving to the another one, that is ഈ തെർമൽ ടെമ്പറേച്ചറിനെ പറ്റിയുള്ള ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വന്നതിന് ശേഷമാണ്. അത് ഡിറ്റർമൈൻ ചെയ്യുന്നു ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്ന്. നമുക്ക് നോക്കാം. ഇത് രണ്ട് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഡയാതെർമിക് വോൾ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കണ്ടക്ടിങ് വോൾ. ഇവിടെ 70 കെൽവിൻ, ഇവിടെ 50 കെൽവിൻ ആണ് ടെമ്പറേച്ചർ. Then after some time this will equalize and they will be in thermal equilibrium. Then we can say this system will be A and B. Then we can say that the temperature of TA equal to temperature of TB എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റം, ഈ രണ്ട് സിസ്റ്റം തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞത് എന്ത് ക്വാണ്ടിറ്റി നോക്കിക്കൊണ്ടാണ്? ഇവിടെ ടി എ ഈക്വൽ ടു ടി ബി. ആൻഡ് വാട്ട് ദിസ് ടി ഡിനോട്ട്സ്? ടി ഡിനോട്ട്സ് ദ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ മേജർ ആയിട്ട് നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെയാണ് എയിം ചെയ്യുന്നത്. അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ രണ്ട് സിസ്റ്റവും എന്തിലെത്തിയിരിക്കുന്നത്? തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെ? ദ ടെമ്പറേച്ചർ ഈസ് എ ക്വാണ്ടിറ്റി. ടെമ്പറേച്ചർ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റിയാണ് വിച്ച് ഡിറ്റർമൈൻസ് വെദർ ഓർ നോട്ട് എ സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ക്വാണ്ടിറ്റിയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചതെന്ന് പറയുന്നത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു. നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു, ഡയഗ്രാം പഠിച്ചു, അതിൻ്റെ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി. ഇന്നതുകൊണ്ടാണ് ഈ മൂന്ന് സിസ്റ്റവും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് ആകും എന്ന് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ ഡിഫൈൻ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്തു? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നും നമ്മൾ ടെമ്പറേച്ചറിനുള്ള ഡെഫിനിഷൻ കണ്ടെത്തി. നമ്മൾ ടെമ്പറേച്ചർ എന്താണ് സ്റ്റേറ്റ് ചെയ്തു അവിടെ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ എന്താണെന്ന് പഠിച്ചു. പിന്നെ വാട്ട് ഈസ് തെർമൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഈ രണ്ട് കാര്യവും പഠിക്കണമെങ്കിൽ, അതായത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കണമെങ്കിലും ടെമ്പറേച്ചർ എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിലും നമുക്ക് തെർമൽ ഇക്വിലിബ്രിയം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എന്ത് പഠിച്ചു? തെർമൽ ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിച്ചു.
അപ്പം ഈ ഒരു സെഷനിൽ ആസ്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ 3 എണ്ണമാണ്. വേണമെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അഡയാബാറ്റിക് ആൻഡ് ഡയാത്തോമിക് വോൾ എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു.